ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായിട്ടുള്ള മൂൺ മാൻ എന്നൊരു ചൈനീസ് സയൻസ് ഫിക്ഷൻ കോമഡി മൂവിയാണ്. ഒരു പ്രത്യേക മിഷനുമായിട്ട് മൂണിലേക്ക് എത്തുന്ന നമ്മുടെ ഹീറോ. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അവൻ ആ ഒരു മൂണിൽ ഒറ്റപ്പെട്ടു പോവാണ്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ നായകന്റെ ശ്രമങ്ങളാണ് തമാശയോടു കൂടി തന്നെ ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. സോ അധികം വൈകാതെ നമുക്ക് ഈ ഒരു മൂവിയിലോട്ട് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ അങ്ങകലെ സ്പേസിൽ വെച്ച് ഒരുപാട് ഉൽക്കകൾ നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഭൂമിയുമായിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെ മുഴുവനായിട്ട് നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ വരാൻ പോകുന്ന ഈ ഒരു വലിയ ഡിസാസ്റ്ററിനെതിരെ നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനായിട്ട് മനുഷ്യർ തന്നെ ഒരു പ്രൊജക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റ് അനുസരിച്ച് നമ്മൾ മൂണിൽ തന്നെ ഒരു ന്യൂക്ലിയർ ബോംബ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ബോംബിന്റെ സഹായത്തോടു കൂടി ഈ വരുന്ന ഉൽക്കകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് ഭൂമിയെ രക്ഷപ്പെടുത്താമെന്നും, ഇനി അഥവാ അതിന്റെ തരികളെല്ലാം വീഴാണെങ്കിൽ അത് മൂണിന്റെ സർഫസിൽ വീഴ്ത്തുന്ന രീതിയിലാണ് അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ബേസ് തന്നെ നമ്മുടെ മൂണിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടീമിലെ മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള UA. അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷം ആ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവാണ്. അങ്ങനെ വരാനിരുന്ന ആ ഒരു വലിയ അപകടത്തിൽ നിന്നും ഭൂമിയെ, നമ്മുടെ മനുഷ്യന്മാരെ എല്ലാവരെയും രക്ഷിച്ച ആ ഒരു സന്തോഷത്തിൽ ഭൂമിയിലുള്ളവരും മൂണില് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത് എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആയിട്ടുള്ള UAയ്ക്കാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിന്റെ കമാൻഡർ ആയിട്ടുള്ള ലാൻസിങ്ങിനോട് ഒരു ക്രഷ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ അവൻ ലാൻസിങ്ങിനെ കാണാനായിട്ട് എത്തുന്നുണ്ടെങ്കിലും ലാൻസിങ്ങിന് നമ്മുടെ ഹീറോന് വലിയ നോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രല്ല അവളുടെ മൈൻഡിൽ നമ്മുടെ ഹീറോ ഭൂമിയിൽ നിന്നും എന്തിനോ വെറുതെ ഇവിടെ വന്നിട്ടുള്ള വെറും ഒരു മടിയനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പാവം നമ്മുടെ UA ആണെങ്കിലോ അവന് സമയം കിട്ടുമ്പോഴൊക്കെ ലാൻസിങ്ങിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം, തൻ്റെ ഇഷ്ടം എങ്ങനെ അവളോട് തുറന്നു പറയണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം UA ആകട്ടെ ഇയർഫോൺസ് എല്ലാം വെച്ച് അങ്ങനെ ലാൻസിങ്ങിനെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്താണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ന്യൂസ് നമ്മുടെ കമാൻഡർ ആയിട്ടുള്ള ലാൻസിങ്ങിനെ തേടിയെത്തുന്നത്. അവരൊട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ട് കുറച്ച് ഉൽക്കകൾ ഇപ്പോൾ അവരുടെ ആ ഒരു ബേസിനെ തന്നെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. 27 മിനിറ്റിനുള്ളിൽ അത് ആ ഒരു ബേസിലേക്ക് പതിക്കുകയും അവിടെ മുഴുവൻ തന്നെ നശിച്ചു പോകാനായിട്ട് പോവാണ്. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നമ്മുടെ കമാൻഡർ ആയിട്ടുള്ള ലിൻസാങ് എല്ലാവരെയും അലേർട്ട് ചെയ്യുകയും എല്ലാവരോടും ഓരോ റോക്കറ്റുകളിൽ കയറി അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയാണ്. എന്നാൽ നമ്മുടെ UA ആകട്ടെ ഇയർഫോൺസ് എല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന അലേർട്ടും വാർണിംഗ്സും ഒന്നും തന്നെ അവൻ കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം UAയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ ആകട്ടെ ഒരുവിധം എല്ലാ റോക്കറ്റുകളും തന്നെ അവിടെ നിന്ന് എർത്തിനെ ലക്ഷ്യമാക്കി പോയിട്ടുണ്ടായിരുന്നു. ഇനി ആകെ ബാക്കിയുള്ളത് ഒരു റോക്കറ്റാണ്, അതും നമ്മുടെ ലെൻസിങ് പൈലറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഒരു കണക്കിന് UA അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രക്കും എടുത്ത് ആ ഒരു റോക്കറ്റിന്റെ നേരെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിൽ അവൻ വീഴുന്നതും ആ ഒരു ഗ്യാപ്പിൽ തന്നെ ആ ഒരു റോക്കറ്റ് അവിടം വിട്ട് പോവാണ്. അതായത് ഇനി അവന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും തന്നെ ഇല്ല. അങ്ങനെ പാവം നമ്മുടെ UA ആ ഒരു റോക്കറ്റിനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വാർണിങ്ങിൽ കിട്ടിയ ആ ഒരു ഉൽക്കകളെല്ലാം ബേസിന് നേരെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ UA പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ ഉൽക്കകളും വന്നു വീഴുന്ന ആ ഒരു ഇമ്പാക്റ്റിൽ അവൻ അവിടെ നിന്ന് തെറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു വീഴ്ചയിൽ അവന്റെ ബോധം തന്നെ പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മൾ മനുഷ്യന്മാരുടെ പ്ലാനിങ് എല്ലാം തെറ്റിച്ചുകൊണ്ട് വലിയൊരു ഉൽക്ക ഇതാ എർത്തിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ UAയ്ക്കാണെങ്കിൽ ബോധമൊക്കെ വന്ന് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ ഇട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് അവന്റെ ടീം മെമ്പേഴ്സിനെല്ലാം ചീത്ത പറയുന്നതിന്റെ ഇടയിൽ ആ ഒരു വലിയ ഉൽക്ക ചെന്ന് ഭൂമിയിൽ പതിക്കുന്നതും ഭൂമിയിലെ ഒരു മെജോറിറ്റി ഭാഗം തന്നെ നശിച്ചു പോകുന്നതും അവൻ നേരിട്ട് കാണുന്നുണ്ട്. ഒട്ടും തന്നെ സമയം കളയാതെ UA നേരെ ആ ഒരു ബേസിലേക്ക് വന്ന് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലുള്ള ആരുടെയെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് നിന്നും യാതൊരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു എത്തുമിടിയും കിട്ടാതെ പാവം നമ്മുടെ UA ഒറ്റയ്ക്ക് മൂണിലെ ആ ഒരു വലിയ ബേസിന്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകും തോറും ഭൂമിയിൽ നിന്നും ഒരു റെസ്പോൺസും കിട്ടാത്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ ഒരു ഉൽക്ക വന്ന് പതിച്ചപ്പോൾ മനുഷ്യവംശം മുഴുവനും തന്നെ നശിച്ചു പോയിട്ടുണ്ടാവുമെന്നും
ഒരുപക്ഷെ അവനായിരിക്കും ഈ ഒരു യൂണിവേഴ്സിലത്തെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഹ്യൂമൻ എന്നും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബേസിൽ ഏകദേശം ഒരു 90 വർഷത്തോളം യൂസ് ചെയ്യാവുന്ന ഫുഡ് ഓൾറെഡി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് യുവയ്ക്ക് ഫുഡിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല ആ ഒരു ബേസ് മുഴുവനും ചുറ്റി നടന്നുകൊണ്ട് അവൻ അവന്റെ സമയമെല്ലാം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ ക്രഷ് ആയിട്ടുള്ള ലാൻസിങ്ങിന്റെ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാന്നുള്ളൊരു ഐഡിയ അവന് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് പാസ്വേഡുകളെല്ലാം ട്രൈ ചെയ്ത് ഏറ്റവും ഒടുവിൽ ഒരു ബോംബ് ഉപയോഗിച്ച് ആ ഒരു ഡോറ് പൊട്ടിച്ച് അവൻ ആ ഒരു റൂമിന്റെ അകത്തേക്ക് കയറുകയാണ്. പിന്നീട് അവളുടെ യൂണിഫോം എല്ലാം ധരിച്ച അവളുടെ ഫേസ് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ അവൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ഇരുന്ന് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാവം യുവെ. പിന്നീട് അവൻ അവളുടെ ആ ഒരു ഫോട്ടോ നോക്കി അതിന് പ്രപ്പോസ് ചെയ്ത് ഒരു കിസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുവെ ഇതുവരെ വിചാരിച്ചിരുന്ന പോലെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനു പറയുന്നു, അവൻ ഇപ്പം ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 24 മണിക്കൂറും അവനെ നിരീക്ഷിച്ചുകൊണ്ട് വൃത്തിയിലുള്ള ഒരു ടീം അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇടയിൽ അവൻ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കണ്ട് വളരെ ഓക്വേർഡായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ലാൻസിങ്ങും. പക്ഷെ ഭൂമിയിലെ അവസ്ഥ ഇപ്പൊ വളരെയധികം മോശമാണ്. ആൾക്കാരെല്ലാം അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിലാണ് ജീവിക്കുന്നത്. മാത്രമല്ല റേഡിയോ സിഗ്നൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ബേസുമായിട്ട് യാതൊരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടി ആ ഒരു ക്യാമറ വിഷ്വൽസ് മാത്രമാണ് ഇവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ ആയിട്ടുള്ളത്. ഇതേ സമയം ഈ ഒരു പ്രൊജക്ടിന്റെ ഹെഡ് ആകട്ടെ ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരുടെയും അവസ്ഥ പറയുന്നുണ്ട്. ഉൽക്ക വന്ന് പതിച്ചത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസസും സുനാമികളും രോഗങ്ങളും പകർച്ചവ്യാധികളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതൊക്കെ കാരണം ഭൂമിയിലുള്ള എല്ലാ പ്ലാന്റ്സും എനിമൽസും അധികം വൈകാതെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഇതെല്ലാം കേട്ടറിഞ്ഞ് വളരെ വിഷമത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടാണ് എല്ലാ മനുഷ്യന്മാരും ഓരോ ദിവസവും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഈ ഒരു വിഷമത്തിന് ചെറിയ പ്രതീക്ഷ എന്ന പോലെ യുവയുടെ ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്താമെന്നും അവൻ അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ച് ഭൂമിക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് സാധിക്കും എന്ന ഒരു ഐഡിയ ആ ഒരു പ്രൊജക്ടിന്റെ ഹെഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ യുവെ അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവനും ഇരുന്ന് കാണാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോവാണ്. യുവെ ആണെങ്കിൽ ഇപ്പൊ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. ഒന്ന് മിണ്ടുവാനോ സംസാരിക്കാനോ പോലും ആരുമില്ല. എന്തിന് ഭൂമിയിൽ വേറൊരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് യുവെ. അങ്ങനെ അവൻ ആ ഒരു ബേസിലൂടെ നടക്കുന്നതിന്റെ ഇടയിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫുഡ് പാക്കറ്റ് അവന് കിട്ടുന്നുണ്ട്. ഇതിപ്പോ ആരാണാവോ ഇവിടെ കൊണ്ടുവന്നിട്ടേന്ന് വിചാരിച്ച് അവൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു ലേഡിയുടെ ഷാഡോ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരില് കാണുന്നത്. അങ്ങനെ അതൊരു പെണ്ണാണെന്ന് കരുതി പാവം യുവയെ മുമ്പോട്ട് വന്നെങ്കിലും അവനെ ഞെട്ടിച്ചുകൊണ്ട് അത് നമ്മുടെ റിസർച്ച് ടീം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കങ്കാരു ആയിരുന്നു. ഇതേ സമയം ഭൂമിയിലാകട്ടെ ആ ഒരു കങ്കാരുവിനെയും യുവേനെയും എല്ലാം എല്ലാ മനുഷ്യന്മാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ യുവെ ആകട്ടെ ഒരു കങ്കാരുവിനെ പറ്റി അവന്റെ സിസ്റ്റംസിലെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ആ ഒരു കങ്കാരു വളരെയധികം അഗ്രസീവ് ആണെന്നും ഉപദ്രവകാരിയാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ യുവെ ആകട്ടെ ഒരു മരുന്നെടുക്കുന്നതിന് വേണ്ടി ആ ഒരു കങ്കാരു ഉള്ള റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഒരു കങ്കാരു വളരെയധികം ആക്രമിച്ച് അവൻ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു മരുന്ന് തനിക്ക് എടുക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ യുവെ ഇപ്പോൾ ഒരു പെൺ കങ്കാരുമായിട്ട് വേഷം കെട്ടി ആ ഒരു കങ്കാരുവിനെയും പറ്റിച്ച് മരുന്നെടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവന്റെ മാസ്ക് വീണു പോവുകയും അവൻ തന്നെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയ കങ്കാരു ആകട്ടെ അവൻ ഒരു ഒറ്റ ചവിട്ട് കൊടുത്ത് പറത്തി വിടുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു കങ്കാരു ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഫുള്ളും ചുറ്റി നോക്കുന്നതിന്റെ ഇടയിൽ യുവെ കുറെ പ്ലാസ്റ്റിക് ബോൾസ് ഉള്ള ഒരു തോക്കും എടുത്ത് ആ ഒരു പാവം കങ്കാരുവിനെ പേടിപ്പിച്ച് അതിനെ ഓടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു കങ്കാരുവാണ് ഇപ്പോ യുവനെ തിരിച്ചിട്ട് ഓടിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഭൂമിയിലെ ആൾക്കാരെല്ലാം ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു ഫൈറ്റ് എല്ലാം കണ്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ യുവയും കങ്കാരുവും തമ്മിൽ നല്ലൊരു അടിപൊളി ഫൈറ്റ് നടക്കുകയാണ്. ആ ഒരു ഫൈറ്റിനിടയിൽ രണ്ടുപേരും ഒരുമിച്ച് വീഴുന്ന കാരണം യുവയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നുമുള്ള ആൾക്കാർ റേഡിയോ വഴി അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ വാക്കുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ചെറിയ 2-3 സിഗ്നൽസ് അവൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതിലൂടെ തന്നെ ഭൂമിയിൽ ഇപ്പോഴും ആരൊക്കെയോ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വളരെയധികം ഇമോഷണൽ ആവാണ്. പക്ഷെ ഭൂമിയിലുള്ളവർക്കും യുവയ്ക്കും അറിയാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു കങ്കാരുവിന്റെ വാല് അവിടെയുള്ള വയറിങ്ങിൽ കൊണ്ട കാരണം കൊണ്ടാണ് അതിനങ്ങനെ ഒരു സിഗ്നൽ വന്നിരുന്നത്.
അങ്ങനെ ഭൂമിയിൽ ഇപ്പം ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നും തനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഭൂമിയിലേക്ക് തിരിച്ചെത്താം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ കങ്കാരുവും അവിടെ യുവയും അവിടെ ഉണ്ടായിരുന്ന ഒരു വിൻഡോയിലൂടെ എർത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പറയുന്നതിന്റെ ഇടയിലും നമ്മുടെ കങ്കാരു അവനിട്ട് നല്ലൊരു അടി തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് പയ്യെ പയ്യെ നമ്മുടെ യുവയും ആ ഒരു കങ്കാരും ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ്. ഭൂമിയിലിപ്പോൾ റിസോഴ്സസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും തങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ആരും തന്നെ വരില്ല എന്ന് അറിയുന്നത് കൊണ്ട് യുവെ അവിടെ ഉണ്ടായിരുന്ന അപ്പോളോ 18 എന്നൊരു മിഷനിൽ പുതിയ മാറ്റങ്ങളും ചില കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ആ ഒരു മിഷൻ ഉപയോഗിച്ച് തങ്ങൾക്ക് തിരികെ ഭൂമിയിലേക്ക് പോകാം എന്നതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ നമ്മുടെ യുവയും കങ്കാരും സ്പേസ് സ്യൂട്ട് എല്ലാം ധരിച്ച് ഇതിനു മുമ്പ് ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള അപ്പോളോ 18 എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ട് കണ്ടുപിടിച്ച് അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയാൽ അത് വെച്ച് നമുക്ക് ഭൂമിയിലേക്ക് എത്താം എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് അവൻ ആ ഒരു അപ്പോളോയെ സ്പേസിലേക്ക് എത്തിച്ച് രാവും പകലും ഇല്ലാതെ ഒരുപാട് നേരം ഇത് റീപെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന എല്ലാം കണ്ട് ഇത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണ് അവൻ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഭൂമിയിലെ മനുഷ്യരെല്ലാവരും. ഇതേ സമയം ടീം മെമ്പേഴ്സ് എൻ്റെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും അവനൊരു എഞ്ചിനീയർ ആണെന്നും അവന് ഇത്തരത്തിലുള്ള ടാലൻസ് ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. ഇതേസമയം നമ്മുടെ യുവയാകട്ടെ അപ്പോളോയെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനാകെ കൂടി 22 പൗണ്ട് മാത്രമേ വെയിറ്റ് താങ്ങുമായിരുന്നുള്ളൂ. ആ ഒരു കങ്കാരുവിന് അതിലും കൂടുതലുള്ളതുകൊണ്ടും അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവൻ ആ ഒരു കങ്കാരനോട് ഒരു റൈഡ് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയും കൂട്ടി ദൂരത്തേക്ക് ചെന്ന് അതിന് ഉപേക്ഷിച്ച് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു കങ്കാരു അവൻ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വീണ്ടും യാതൊരു വഴിയുമില്ലാതെ തിരിച്ച് ബേസിലേക്ക് എത്തുന്ന യുവെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഷൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മൂണിൽ തന്നെയുള്ള മറ്റൊരു പഴയ ബേസിലേക്ക് ചെല്ലുവാനും അവിടെ നിന്നും അവന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം വെച്ച് അവർക്ക് രണ്ടുപേർക്കും ഭൂമിയിലേക്ക് തിരികെ പോവാനായിട്ടുള്ള ഒരു പ്ലാൻ കണ്ടുപിടിക്കാമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് യുവെ ആ ഒരു കങ്കാരൂനെയും കൂട്ടി ആ ബേസിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ആ ഒരു ബേസ് അവരിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം അവരവിടെ എത്താനായിട്ട് ഒരാഴ്ച സമയം വേണം. എന്നിട്ട് പോലും ഒരു ദിവസത്തിൽ ആകെ കൂടി 4 മണിക്കൂർ മാത്രമേ യുവയ്ക്ക് റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനൊക്കെ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം ടയേർഡ് ആവാനും മെന്റലി വീക്ക് ആവാനും തുടങ്ങാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അവൻ കണ്ട് ഹാലുസിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇടയിൽ അവന്റെ ശ്രദ്ധ അതിൽ നിന്നൊക്കെ മാറ്റി അവനെ തിരിച്ച് അവന്റെ ലക്ഷ്യത്തിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നതും അവനെ തിരിച്ച് കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കങ്കാരു ആണ്. ഇതിലൂടെ തന്നെ അവർ തമ്മിൽ ഇപ്പം നല്ലൊരു ബോണ്ടും ആയിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആ യാത്രയ്ക്ക് ശേഷം അവർ ആ ഒരു ബേസിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബേസിൽ നിന്നും തന്റെ പുതിയ മിഷന് അവന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സും മറ്റു സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവൻ അവിടെ നിന്ന് തിരികെ യാത്ര പുറപ്പെടാണ്. തിരിച്ചു വരുന്ന വഴി ബോറടിയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ കേട്ട് അവൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ പാവം നമ്മുടെ കങ്കാരു ഉള്ള വണ്ടിയുടെ ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതും കങ്കാരു അവിടെ സ്റ്റക്കായി നിൽക്കുന്നതും യുവെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരികെ കങ്കാരുവിനെ എടുക്കാനായിട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് ആ ഒരു കാര്യം അവൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വണ്ടി എന്ന് പറയുന്നത് സോളാർ എനർജി, അതായത് സൂര്യപ്രകാശത്തിന്റെ ആ ഒരു എനർജിയുടെ ബേസിലാണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ അധികം വൈകാതെ തന്നെ ആ ഒരു സൂര്യപ്രകാശം കെട്ടുപോകും. അതോടുകൂടി അവന്റെ വണ്ടി അവിടെ നിന്നു പോകുന്നു മാത്രമല്ല, സ്പേസിലത്തെ അത്രയും തണുത്ത ആ ഒരു ക്ലൈമറ്റില് ദേഹം മുഴുവൻ മരവിച്ച് ഫ്രീസായി അവൻ മരിച്ചു പോവുക വരെ ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നിട്ട് അവസാനം തിരികെ ആ ഒരു കങ്കാരുവിന്റെ അടുത്ത് പോയി അതിനെ രക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് അവൻ തീരുമാനിക്കുകയാണ്. കാരണം ആ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അവൻ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു കൂട്ടെന്ന് പറയുന്നത് ആ ഒരു കങ്കാരു ആണ്. മാത്രമല്ല അവന്റെ മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ നശിച്ചു പോയ ഒരുപാട് സമയത്ത് അവനെ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് സഹായിച്ചതും ആ ഒരു കങ്കാരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കങ്കാരുവിനെ മരണത്തിന് വിട്ടുകൊടുക്കാണ്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ അവൻ ആ ഒരു കങ്കാരുവിനെ രക്ഷിക്കാനായിട്ട് പോവാണ്. ഇതെല്ലാം ക്യാമറ വിഷ്വലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ആൾക്കാരെല്ലാം അവന്റെ ആ ഒരു നല്ല മനസ്സും ആ ഒരു സ്നേഹവും എല്ലാം കണ്ട് കൈയടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യുവെ ആ ഒരു കങ്കാരുവിനെ അവിടെ നിന്ന് രക്ഷിച്ച് തിരിച്ച് അതിനെയും കൂട്ടി അവന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്.
പക്ഷേ ആ ഒരു കങ്കാരുവിനെ രക്ഷിക്കാനായിട്ട് ഇവന് എക്സ്ട്രാ ഒരുപാട് സമയം വേണ്ടി വന്നതുകൊണ്ട് മുൻപേ പ്ലാൻ ചെയ്ത പോലെ ആ ഒരു ബേസിലേക്ക് എത്താൻ വേണ്ട ഒരു സോളാർ എനർജി അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആ ഒരു സൂര്യന്റെ പ്രകാശം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്റെ ഒപ്പം തന്നെ അവര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ട്രക്കും അവിടെ വെച്ച് നിന്നു പോവാണ്. ഇനി ബേസിലേക്ക് തിരിച്ചെത്താനായിട്ട് ഇവർക്ക് 50 കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം. പക്ഷെ ഒരു വണ്ടിയിലല്ലാതെ നടന്നു പോവാനൊന്നും അവർക്ക് സാധിക്കില്ല. മാത്രമല്ല അതിനു വേണ്ട ഓക്സിജനും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാം തീരുമാനമായെന്നൊക്കെ പറഞ്ഞ് മരിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ് നമ്മുടെ യുവയും കങ്കാരും. പക്ഷെ ആ സമയത്താണ് നമ്മുടെ യുവയുടെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നത്. യുവെ ആ ഒരു വണ്ടിയുടെ ഒരു വാതിലെല്ലാം പൊട്ടിച്ച് അത് കങ്കാരുവിന്റെ മേത്ത് വെച്ച് കെട്ടി അതമ്മ കയറി നിന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടോർച്ചിന്റെ വെളിച്ചത്തില് നമ്മുടെ കങ്കാരുവിന് വഴി പറഞ്ഞു കൊടുക്കാണ്. ആ ഒരു ലൈറ്റ് കണ്ടതുകൊണ്ടായിരിക്കണം നമ്മുടെ കങ്കാരു അതിന്റെ പുറകെ ചാടും തോറും അവൻ നമ്മുടെ മൂണിന്റെ ആ ഒരു സർഫസിൽ സ്ലൈഡ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കണക്കിന് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയെല്ലാം താണ്ടി ചാടി മറിഞ്ഞ് അവർ അവസാനം ആ ഒരു ബേസിലേക്ക് ജീവനോടെ തന്നെ എത്തുന്നുണ്ട്. ഇതെല്ലാം ലൈവായിട്ട് ലാൻസിങ്ങും ഭൂമിയിലുള്ള എല്ലാവരും കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ബുദ്ധിപൂർവമുള്ള അവന്റെ ഓരോ തീരുമാനങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം നമ്മുടെ മൂണിലാകട്ടെ അവൻ അവിടെ നിന്ന് കൊണ്ടുവന്ന എല്ലാ എക്യുപ്മെന്റ്സും എടുത്ത് ഭൂമിയിലേക്ക് പോവാൻ വേണ്ട ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യുവെ. പക്ഷെ ഇതിനിടയിലാണ് ഇതിനു മുമ്പൊരിക്കല് ഭൂമിയിൽ നിന്നും യുവയ്ക്ക് സിഗ്നൽസ് കിട്ടിയത് നമ്മുടെ കങ്കാരുവിന്റെ വാല് അവിടെയുള്ള വയേഴ്സും എല്ലാം തടഞ്ഞത് കൊണ്ടാണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഭൂമിയിൽ ഇപ്പൊ ആരും ജീവനോടെ ഇല്ലെന്നും അതുകൊണ്ട് തന്നെ അവന്റെ പുതിയ മിഷൻ അവസാനിപ്പിക്കാൻ അവൻ തയ്യാറെടുക്കുന്നത് കാണുന്ന ഭൂമിയിലെ മനുഷ്യര് എല്ലാവരും കൂടി ഭൂമിയിൽ നിന്ന് അവരുടെ കൈകളിലുള്ള ടോർച്ചും ഫ്ലാഷ് ലൈറ്റും എല്ലാം ഓണാക്കി ആകാശത്തിലേക്ക് കാണിക്കുമ്പോൾ ഭൂമി മുഴുവൻ നിന്ന് പ്രകാശിക്കുന്ന കാണുന്ന നമ്മുടെ യുവയ്ക്ക് മനുഷ്യന്മാര് ഇപ്പോഴും ഭൂമിയിലുണ്ടെന്നുള്ള കാര്യം ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് യുവെ ആ ഒരു ബേസിൽ കുറെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് അവന് ലൈവായി തന്നെ ഭൂമിയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടുകൂടി ഭൂമിയിലുള്ള ആൾക്കാരും യുവയും ഒരുമിച്ച് അവനെ തിരികെ ഭൂമിയിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടി അവൻ അവിടെ നിന്ന് ഒരു റോക്കറ്റ് ഉണ്ടാക്കുകയും നമ്മുടെ കങ്കാരൂനെയും കൂട്ടി അതിൽ കയറി വളരെ സന്തോഷവാനായിട്ട് എർത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവൻ നമ്മുടെ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് വരാൻ സഹായിക്കുന്ന എസ്കേപ്പ് പോഡുകളിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം അവൻ അറിയുന്നത്. വീണ്ടും ഇവരുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ഉലുക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ലാൻസിങ്ങിൽ നിന്നും അറിയുന്ന യുവെ ഭൂമിയെയും മനുഷ്യരാശിയെയും മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഇനി അവന് മാത്രമേ ആ ഒരു ഉലുക്കയെ തടയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ പാവം ആ ഒരു കങ്കാരുവിനെ ഒരു എസ്കേപ്പ് പോഡിലാക്കി ഭൂമിയിലേക്ക് തിരികെ വിട്ടിട്ട് യുവെ അവനുണ്ടായിരുന്ന ആ ഒരു റോക്കറ്റ് ആ ഒരു ഉലുക്കയുടെ നേരെ പാഞ്ഞു വിടുന്നതും അവിടെയുള്ള ചെറിയ ചെറിയ ഉലുക്കകളെല്ലാം കാരണം അവന്റെ റോക്കറ്റ് തന്നെ ഡാമേജ് ആവുമ്പോൾ സ്വന്തം ശരീരത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പിടിപ്പിച്ച് ഒരു ജെറ്റ് ഉപയോഗിച്ച് നേരിട്ട് ആ ഒരു ഉലുക്കയുടെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിടിച്ച് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ പോലും യുവയുടെ മനസ്സിൽ മുഴുവൻ ലാൻസിങ് തന്നെയായിരുന്നു. ഒരു പക്ഷെ ലാൻസിങ്ങിന്റെ ജീവൻ കൂടി രക്ഷിക്കാം എന്നുള്ള ഒരു സമാധാനത്തോടെ ആവാം അവൻ മരണപ്പെട്ടത്. അങ്ങനെ സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഭൂമിയെ രക്ഷിച്ച യുവയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ മനുഷ്യരെല്ലാവരും പ്രകടിപ്പിക്കുന്ന ആ ഒരു സീനും കാണിച്ച് ഈ ഒരു മൂവി ഇവിടെ എൻഡ് ചെയ്യാണ്. സോ എനിവേ, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കോമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക. സോ നല്ലൊരു മൂവിയുമായിട്ട് അടുത്ത വട്ടം ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.